പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈഗോ എന്നൊരു വികാരത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് ഈഗോ എന്ന് പറയുന്നത് നമ്മളുടെ ഉപബോധ മനസ്സിൽ വന്ന് ഭവിക്കുന്നതും ഉപബോധ മനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുമായ ഒരു വികാരമാണ് ഈഗോ എന്ന് പറയുന്നത്. അതായത് ഈഗോയെ 3 തരത്തിലാണ് നമ്മൾ കാണുന്നത്. 1 ഈഡ്, 2 ഈഗോ, 3 സൂപ്പർ ഈഗോ എന്ന തലത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആദ്യമൊക്കെ നമുക്ക് ഈഗോ എന്ന ഒരു വികാരം നമ്മളിലേക്ക് ഫീൽ ചെയ്തു തുടങ്ങിയാൽ നമുക്ക് ആദ്യം തോന്നുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കഴിവിൽ പരിഹാസം തോന്നും. പിന്നീട് ഈ പരിഹാസം ഉച്ചത്തിലേക്കും തുടർന്ന് നല്ല കഴിവുള്ളവരോട് പിന്നീട് നമുക്ക് വരുന്ന ഫീലെന്ന് പറഞ്ഞാൽ ഉച്ചത്തിന് ശേഷം വൈരാഗികമായ ഒരു സമീപനം, മറ്റൊന്ന് വെറുപ്പ് നിറഞ്ഞ നോട്ടം. അത്തരത്തിലുള്ളൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഇത് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞ ഒരു തലത്തിലേക്ക് ഉയരുകയാണ്. അപ്പോൾ ഈ സൂപ്പർ ഈഗോ എന്ന തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാലുള്ളൊരു ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു ക്രിമിനലിസം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ആ ക്രിമിനലിസം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ചരിത്ര കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്. പെരുന്തച്ഛൻ ഈഗോ എന്ന് പറഞ്ഞൊരു ചരിത്ര സംഭവം. അതായത് തൻ്റെ മകൻ തന്നേക്കാൾ കഴിവുള്ളവനായി വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ താൻ സമൂഹത്തിൽ തഴയപ്പെട്ടു പോകും എന്ന് തോന്നിത്തുടങ്ങിയ ആ സമയത്ത്, അതായത് തോന്നിത്തുടങ്ങിയെന്ന് പറഞ്ഞാൽ അത് ഈഗോയുടെ അങ്ങേയറ്റം എത്തി എന്നുള്ളതാണ്. അങ്ങനെ ആ പെരുന്തച്ഛൻ സ്വന്തം മകനെ ഉള്ളി എറിഞ്ഞ് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഈ ഈഗോ എന്ന് പറയുന്ന ഈ വികാരത്തിൽ അടിമപ്പെട്ട് നിൽക്കുന്ന ഏവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഈഗോ എന്ന് പറഞ്ഞൊരു വികാരത്തെ നമ്മൾ ഒരു പ്രോത്സാഹനവും കൊടുക്കാതെ തന്നെ, അല്ലെങ്കിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള യാതൊരുവിധ അവസ്ഥകളും നിങ്ങൾക്കിടയിലോ നമുക്കിടയിലോ ഉണ്ടാകാനുള്ള ഒരു അവസരം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള അല്ലെങ്കിൽ ഉപദേശിക്കാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈഗോ എന്ന് പറയുന്ന ഒരു വികാരം നമ്മുടെ മനസ്സിനെയും ആന്തരവയവങ്ങളെയും പിൻകാലത്ത് പാർശ്വഫലങ്ങൾ ഉള്ള ഒരു വികാരം തന്നെയാണ് ഈ ഈഗോ എന്ന് പറയുന്നത്. എന്തായാലും അടുത്ത ഒരു വിഷയം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.